ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും ഡയറക്റ്റ് സെല്ലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം, നമ്മളുടെ സമൂഹത്തിൽ ധാരാളമായി ഇന്ന് കാണപ്പെടുന്ന ഒരു പ്രത്യേക തരം മാർക്കറ്റിംഗ് രീതിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കാലഘട്ടം മുന്നോട്ട് പോകെ ഗവൺമെൻറ് ഈ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചു. അതിനു വേണ്ടുന്ന നിയമനിർമ്മാണങ്ങൾ നടത്തി. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കേരളത്തിൽ ഇതിന് വലിയ സ്വീകാര്യത ഉണ്ടായിരിക്കുന്ന കാലഘട്ടം കൂടിയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഫീൽഡ് സ്വീകരിക്കണം, അല്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചോദ്യമാണ് പല ആളുകളുടെയും മനസ്സിൽ ആദ്യമായി ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകരെ കാണുന്ന സമയത്ത് ചോദ്യമായി ഉയരുന്നത്. ഉത്തരം വളരെ ലളിതമാണ്. ജീവിതത്തിൽ അപ്പർ ക്ലാസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് മിഡിൽ ക്ലാസ്സിൽ നിന്ന് ഉയർന്ന് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു മാർഗം അതാണ് ഡയറക്റ്റ് സെല്ലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ഇവിടെ പല സൗകര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു കമ്മ്യൂണിറ്റി ബിസിനസ്സാണ്. രണ്ട്, ഇവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. ബിസിനസ് എന്ന് കേൾക്കുമ്പോൾ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റുകളെക്കുറിച്ച് നമ്മളുടെ മനസ്സിൽ ഓർമ്മ വരും. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റേ ഇല്ല. മാത്രവുമല്ല, നമ്മളിൽ ഓരോരുത്തരും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അതിൻ്റെ എല്ലാ വിജയതന്ത്രങ്ങളും പഠിപ്പിച്ച് അതിൽ വിജയിക്കുന്ന ഒരാളാക്കി മാറ്റുന്നതിനുള്ള ഉത്തരവാദിത്വം മുൻപേ നടക്കുന്നവർക്കുണ്ട്. അവർ അത് തീർച്ചയായിട്ടും സന്തോഷത്തോടെ ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റുള്ള ബിസിനസ്സുകളിലുള്ള കോമ്പറ്റീഷൻ ഒരു ബിസിനസ് മേഖലയിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തമ്മിൽ ആ തരത്തിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവാറില്ല. എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളത്. ഇത് അറിയാതെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ധാരാളം ആളുകൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ പുറം തിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച ഇപ്പോഴും നിലവിലുണ്ട്. ശരിക്കും പ്രിയമുള്ളവരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ഉയർച്ച ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപ്പർ ക്ലാസ്സിലേക്ക് ഉള്ള വളർച്ച നമുക്കുണ്ടാവണമെങ്കിൽ, നാം നിലവിൽ ഇതുവരെ ചെയ്തു വന്നിരുന്ന ജോലികൾ ചെയ്താൽ അത് സാധ്യമല്ല എന്നുള്ളത് പലപ്പോഴായിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. ഇപ്പോഴും മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു കൂട്ടം ആളുകൾ മിഡിൽ ക്ലാസ്സിൽ തന്നെ നിൽക്കുകയും അവരുടേതായ രീതിയിലുള്ള അപജയങ്ങളും വിജയങ്ങളുമൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ഒരിക്കലും അവർ അപ്പർ ക്ലാസ് ആയിട്ട് പരിഗണിക്കപ്പെടുന്നില്ല. അപ്പർ ക്ലാസ്സിലേക്ക് വളരുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ വലിയ അവസരമാണുള്ളത്. അത് കൈകാര്യം ചെയ്യുന്ന രീതി ഒരു സിസ്റ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. നമുക്കറിയാം, നമ്മൾ സാധാരണഗതിയിലൊരു ഷോപ്പ്, പരമ്പരാഗത രീതിയിലുള്ളൊരു ഷോപ്പ് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ അതിൻ്റെ ഷട്ടർ വൈകുന്നേരം താഴ്ത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകും. അങ്ങനെയാണ് ആ ബിസിനസ്സിൽ വിജയസാധ്യത ഉണ്ടാവുന്നത്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഒരു സിസ്റ്റം നമുക്ക് ഡയറക്റ്റ് സെല്ലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഫീൽഡിൽ ഉണ്ട്. ആ സിസ്റ്റത്തിനെ ഫോളോ ചെയ്യാൻ കഴിയാതെ പോകുന്ന ആളുകളാണ് പരാജയപ്പെട്ടു പോകുന്നത്. എല്ലാവരും നെറ്റ്വർക്ക് ചെയ്യുന്നു. ആരെങ്കിലും സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വന്ന് പറയുന്ന സമയത്ത് ശരി ഞാനുമുണ്ട് എന്ന് പറഞ്ഞ് ആ ബിസിനസ്സിലേക്ക് എടുത്തു ചാടുന്ന ആളുകൾ സിസ്റ്റത്തിനെ പഠിക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് പരാജയത്തിനെ സ്വീകരിക്കേണ്ടി വരുന്നു. പരാജയം ഏറ്റുവാങ്ങേണ്ടി വരാറുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇതിന് കൃത്യമായൊരു സിസ്റ്റമുണ്ട്, വ്യവസ്ഥയുണ്ട്. അതിൽ ധാരാളം വരുമാനമുണ്ടാക്കാനുള്ള അനന്തമായ സ്രോതസ്സുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും തന്നെ ഈ ഫീൽഡിനെ വേണ്ടുവോളം മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹപൂർവ്വം സന്തോഷത്തോടു കൂടി മേഖലയിലേക്ക് വരണമെന്നാണ് ഞാൻ വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. താങ്ക് യു.